അപ്പോ എന്റെ പേര് വീണ. കൊല്ലം ജില്ലയിലെ കടക്കലാണ് സ്വദേശം. 8 വർഷക്കാലമായി RCMല് ഫാമിലിയോടെ ജീവിക്കാൻ തുടങ്ങിയിട്ടെന്നുള്ളതാണ്. അതുപോലെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മള് ഈ ഒരു സിസ്റ്റത്തില് എന്താ പറയുന്നത്, വിജയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു അവസരം ഇതിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഐശ്വര്യ മാഡം പറഞ്ഞു, ലേഡി ടെക്നിക്കൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ അതിനകത്ത് ടെക്നിക്കൽ അച്ചീവേഴ്സ് ആയിട്ടുള്ള ലേഡി ലീഡേഴ്സിനെയാണ് ക്ഷണിക്കുന്നത് എന്നുള്ളതാണ്. എന്തോന്നും എനിക്ക് ഈ വരുന്ന ഒരു 2 മാസം, ഈ മാസവും അതുപോലെ തന്നെ അടുത്ത മാസവും ഒത്തിരി ടെക്നിക്കൽ അച്ചീവേഴ്സിനെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ അതില് എനിക്കും ഒരു ഭാഗമാകാൻ സാധിച്ചതില് ഈശ്വരനോട് നന്ദി അറിയിക്കുന്നു. ഓക്കെ, അപ്പോ ഇന്ന് ഇപ്പോ നമ്മൾ എന്താ പറയുന്നത്, സ്റ്റാർപ്പേള് എന്നുള്ള രീതിയിലാണ് ഇന്നിവിടെ എഡിഫിക്കേഷൻ ചെയ്തത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ RCMലേക്ക് വരുമ്പോ ഈ സ്റ്റാർപ്പേള് പോയിട്ട് സ്റ്റാർ എന്ന് പറയുന്ന ഒരു പിൻ ലെവല് തന്നെ എന്നെ സംബന്ധിച്ച് കിട്ടാക്കനി ആയിരുന്നു എന്ന് പറയാം. കാരണം ഒരു കാരണവശാലും ഇതൊന്നും ഇത്രയൊന്നും വേണ്ട. കാരണം ഇത് എന്താ പറയാ, നമുക്ക് ഇച്ചിരി അർഹിക്കുന്നതിലപ്പുറമായി പോകില്ലേ എന്നുള്ള ഒരു ഇതിൽ കൊണ്ട് എങ്ങനെയെങ്കിലും സ്റ്റാർ മാത്രം മതി. കാരണം RCMല് വന്നിട്ട് 8 വർഷമായി എന്ന് പറയുമ്പോൾ RCMല് വരുന്ന സമയം ഒരു 6 ലക്ഷം രൂപ കടത്തില് നിൽക്കുന്ന സമയമാണ് ഞങ്ങള് എന്താ ചെയ്യുന്നത്, RCMലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്നോടിങ്ങനെ എന്റെ ഹസ്ബൻഡാണ് ഒരു ഹോം മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് ഒരു ന്യൂട്രിചാർജ് ഉമ്മണുമായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട്, പുള്ളിയാണ് ഹോം മീറ്റിംഗ് കേട്ടത്. പക്ഷെ എന്നോട് വളരെ സ്നേഹമുള്ളത് കൊണ്ട് ആൾ എന്ത് ചെയ്തു, ന്യൂട്രിചാർജ് ഉമൺ ടാബ്ലറ്റ് ആണ് വാങ്ങി വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ കണ്ടപാടെ ഞാൻ ഗുളിക എന്നുള്ള ഒരു മട്ടിലാണ് ഇതിനെ കാണുന്നത്. കാരണം എന്താണ് ഫുഡ് സപ്ലിമെന്റ് ഒന്നും അതിന്റെ ആവശ്യകതയൊന്നും നമ്മളുടെ സാധാരണ ജീവിതത്തിൽ ഇതൊന്നും വേണ്ട, അല്ലെങ്കിൽ ഇതൊന്നും നമുക്കുള്ളതല്ല, അല്ലെങ്കിൽ ഇത് ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്നോടത് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിക്കുമോ? കഴിക്കൂല. പ്രത്യേകിച്ച് എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചും ഗുളിക എന്ന് പറയുന്ന രൂപത്തില് എന്ത് സാധനം കണ്ടാലും നമ്മൾ കഴിക്കൂ. ആരും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ ആരും മിണ്ടണ്ട. അപ്പൊ ഞാൻ എന്തായാലും കഴിക്കില്ല. അൻസി മാഡം പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്, കഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് കൂട്ടുണ്ടല്ലോ. അപ്പൊ ഞാനും അതുപോലെ തന്നെ പറഞ്ഞു എന്തായാലും ഈ ഗുളികയെന്നും, പ്രത്യേകിച്ച് നമുക്കറിയാം ന്യൂട്രിചാർജ് ഉമൺ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അത് ഇച്ചിരി ഒരു നീള കൂടുതലുണ്ടല്ലേ, ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്. കാരണം മറ്റൊന്നുമല്ല, TCGക്ക് നമ്മളോടാണ് സ്നേഹം. അപ്പൊ സ്ത്രീകൾക്ക് ഇരിക്കട്ടെ കുറച്ച് കൂടുതൽ പോഷകം, ന്യൂട്രിയൻസ്. കാരണം സ്ത്രീകളാണ് നമ്മളുടെ പ്ലാറ്റ്ഫോമിലെ ഏറ്റവും അധികം ഇതിന്റെ. അപ്പൊ ന്യൂട്രിചാർജ് ഉമൺ കഴിക്കും. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഇത് ഞാൻ കഴിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു, പുറത്തു പറഞ്ഞില്ല. അപ്പൊ എന്തായാലും ഇത് ഇവിടെ ഇരിക്കെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോ സ്വമേധ തന്നെ എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, കഴിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പക്ഷെ ആ കഴിക്കുന്ന സമയത്ത് ഇപ്പൊ സിസ്ലി മാഡം വളരെ വിശദമായിട്ട് പരിചയപ്പെടുത്തി. ആ ഒരു സമയത്ത് പറഞ്ഞു, ഞാനൊരു സ്കൂളില് കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പൊ സ്കൂളുകളിൽ തോറും ഇങ്ങനെ എന്താ പറയുന്നത്, നഴ്സുമാരൊക്കെ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് അയൺ ടാബ്ലറ്റ് ഒക്കെ കൊടുക്കുന്ന സമയം ടീച്ചേഴ്സിന് ഫ്രീ ആയിട്ട് അവരുടെ HB ലെവല്, അതുപോലെ തന്നെ ഷുഗർ, BP ഇതെല്ലാം ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യും. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ അത്ര വലിയ ഫാറ്റി ബോഡി അല്ലാത്തത് കൊണ്ട് ബാക്കി എല്ലാവർക്കും അത്യാവശ്യം നല്ല BP ഷുഗർ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വളരെയധികം സന്തോഷം. കാരണം എനിക്ക് BPയും കുറവാണ്, ഷുഗറും കുറവാണ്. അതിനേക്കാൾ ഉപരി HB എന്ന് പറയുന്ന സാധനം വളരെ 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 കുറവാണ് എന്നുള്ളതാണ്. കാരണം 8 ആയിരുന്നു ആ സമയത്ത് എന്റെ HB ലെവല്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ടെസ്റ്റ് റിസൾട്ട് കിട്ടി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ന്യൂട്രിചാർജ് ഉമൺ എന്ന് പറയുന്ന സപ്ലിമെന്റ് എന്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോ പിന്നെ മടിച്ചിട്ടാണെങ്കിലും ഞാനത് കഴിച്ചു തുടങ്ങി. പക്ഷെ കഴിച്ചു തുടങ്ങിയതിന്റെ ഫലമായിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ എന്റെ HB ലെവല് 11ലേക്ക് ഉയർന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ റിസൾട്ട്. അപ്പോ HB ലെവല് ഉയർന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് ഭയങ്കരമായിട്ട് കിതപ്പുള്ള ആളായിരുന്നു. നമ്മള് ഇപ്പൊ ടീച്ചേഴ്സിന്റെ ജോലി വെച്ച് പറയാലോ, നമുക്ക് 10 മണി തൊട്ട് 4 മണി വരെ നമ്മളുടെ വായ ഇങ്ങനെ എന്താ പറയുന്നത്, റെസ്റ്റ് എടുക്കില്ല അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പൊ കുഞ്ഞുങ്ങളോടാകുമ്പോ അവരെ അലയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ചുകൂടെ സ്ട്രെയിൻ എടുത്ത് അവരെക്കാളും വേഗത്തില് അല്ലെങ്കിൽ അവരെക്കാളും ഒച്ചത്തിൽ നമ്മൾ വീണ്ടും ഇങ്ങനെ സ്ട്രെയിൻ എടുത്ത് സംസാരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര കിതപ്പ്, നമുക്കങ്ങനെ അധികമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, തലവേദന, അതുപോലെ തന്നെ ക്ഷീണം, ഇങ്ങനെയുള്ള
പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും പതിയെ പതിയെ എനിക്ക് ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ഈ സപ്ലിമെന്റിന്റെ ഉപയോഗം മൂലം അതെല്ലാം മാറിക്കിട്ടി. എനിക്ക് കുറച്ചുകൂടെ നല്ല എനർജറ്റിക് ആയിട്ട് എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ആർസിഎമ്മിലൂടെ കിട്ടിയ ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഉൽപ്പന്നങ്ങളെല്ലാം ഞങ്ങൾ എന്ത് ചെയ്തു, 100% നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളെ കൊണ്ടുവരുന്ന ആള് ഞങ്ങൾക്ക് എല്ലാം MRP പ്രൈസിനാണ് നമുക്ക് തന്നോണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണക്കാരായ ആൾക്കാരാണല്ലേ, നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ ഒന്നുകിൽ ഫ്രീ ചോദിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെന്ത് ഇത്രയും വില വേണോ, കുറയൂലേ എന്നൊക്കെ ചോദിക്കൂലേ, അല്ലേ? ചോദിക്കൂല്ലേ? ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് വീഡിയോ ഓണാക്കി കാണാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഈ വിലക്കുറവ്, ഫ്രീ ആയിട്ട് ഉൽപ്പന്നങ്ങൾ കിട്ടുക, ഇതൊക്കെ വളരെ താല്പര്യമുള്ള ആൾക്കാരാണോ? എനിക്ക് വളരെയധികം താല്പര്യമുള്ള ആളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്റെ ഹസ്ബൻഡ്, അപ്പൊ ആളെന്ത് ചെയ്തു, അങ്ങോട്ട് ചോദിച്ചു എന്തേലും ഒന്ന് കുറച്ചു തരാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ കൊണ്ടുവന്ന ആൾക്ക് നമ്മളോട് ഈ വില കുറച്ച് തരുന്നതിനെ പറ്റിയിട്ട് അത്ര താല്പര്യം പോരാ. കാരണം നമ്മൾ എങ്ങനെ പോയാലും ഒരു 10,000 രൂപയുടെ ഉൽപ്പന്നം ന്യൂട്രിചാർജ് ഉൾപ്പെടെ നമ്മളെ വീട്ടില് ഒരു 6 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആളുടെ കയ്യിൽ നിന്ന് മേടിക്കുവാണ്. അപ്പോ ആള് പറഞ്ഞു അത് 5,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ മേടിക്കണം, അല്ലേ? അപ്പൊ നിങ്ങളോട് പറയുവാണ്, ഇന്ന് ആർസിഎമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് 5,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞാല് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എത്ര പേര് മേടിക്കും? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേ. എനിക്ക് എല്ലാവരും നിങ്ങൾ പുതിയ ആൾക്കാരാണ് അല്ലേ, അപ്പൊ ഞാൻ നിങ്ങളെ ഒരാളെ കണ്ടിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുക, ആർസിഎമ്മില് ഇപ്പൊ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്, ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു, എന്ത് പറഞ്ഞു, കുറച്ച് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാ, വില കുറച്ച് നിങ്ങൾ തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ 5,000 രൂപയുടെ ഉൽപ്പന്നം മേടിക്കണം. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എത്ര ആൾക്കാർ മേടിക്കും? വാങ്ങില്ല എന്നാണ് കേട്ടോ കിട്ടുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇച്ചിരി ബുദ്ധിയുള്ള ആളായതുകൊണ്ട് ആള് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ മേടിച്ചോളാം 5,000 രൂപയുടെ ഉൽപ്പന്നം. കാരണം ആള് കൂലിപ്പണിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇപ്പൊ തന്നെ ആൾക്കാർ പറയാറുണ്ട് ആർസിഎം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണ്, വില കൂടുതലാണ്. അപ്പൊ എന്താ അങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് സത്യം പറഞ്ഞാല് നല്ല സാധനം മാർക്കറ്റില് ഇതിലും വില കൂടുതലുള്ള സാധനം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതാണ് സത്യം. കാരണം നമ്മൾ എവിടുന്നൊക്കെ ഉൽപ്പന്നങ്ങൾ സാധാരണ ലെവലില് താമസിക്കുന്ന ആൾക്കാർ പൂർണ്ണമായിട്ട് എനിക്ക് തോന്നുന്നു 99.9% ആൾക്കാർ ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നത് ഒന്നുകിൽ റേഷൻ കട അല്ലെങ്കിൽ സപ്ലൈകോയില്. ഈ 2 സ്ഥലങ്ങൾ എവിടെയാണോ നമുക്ക് എന്താ പറയുക ഇച്ചിരി ബെനിഫിറ്റ് കിട്ടുക അല്ലെങ്കിൽ വില കുറച്ച് കിട്ടുക, അതില് ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നോക്കി, എന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്, 5,000 രൂപയാണേ. അപ്പൊ ആള് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് എന്നും രാവിലെ പല്ല് തേക്കും, ഇല്ലേ, ചപ്പാത്തി കഴിക്കും, ചായ കുടിക്കും. അപ്പൊ ഇതിനെല്ലാത്തിനും എന്താ വേണം, ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങള് എന്തായാലും വേണം. അന്നേരം പിന്നെ 5,000 രൂപയുടെ അല്ല 10,000 രൂപയുടെ എടുത്താലേ നമുക്ക് നഷ്ടമുണ്ടോ? നമുക്ക് ഒരു 2-3 മാസത്തേക്കുള്ള ഉൽപ്പന്നങ്ങള് നമ്മൾ ഒരുമിച്ച് എടുക്കുന്നു എന്ന് മാത്രം. അപ്പോ ആള് പറഞ്ഞു എങ്കിലും ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ശേഷമാണ് മനസ്സിലായത്, ജസ്റ്റ് 1,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ എടുത്താൽ മതിയായിരുന്നു നമുക്കൊരു നമ്മളുടെ ID എന്ത് ചെയ്യാന്, ആക്റ്റീവ് ആക്കാൻ അല്ലെങ്കിൽ ആക്ടിവേഷൻ ചെയ്യാനായിട്ടെന്നുള്ളതാണ്. അപ്പോ എന്തായാലും വളരെയധികം സന്തോഷത്തോടെ നമ്മൾ ഉൽപ്പന്നങ്ങള് ഉപയോഗിച്ചു. ആദ്യം നമുക്കറിയാം ആർസിഎമ്മിലേക്ക് ആര് വന്നാലും എനിക്ക് തോന്നുന്നു ആരോഗ്യം പ്രതീക്ഷിച്ചാണ് വരുന്നത് എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ അതുപോലെ തന്നെ ആയിരുന്നു. ഹസ്ബൻഡിന് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, LDL ആയിരുന്നു ആദ്യം മുന്നേ കൂടി നിന്നത്. അപ്പോ റൈസ് ബ്രാൻ ഓയിലിന്റെ ഉപയോഗം കൊണ്ട് ഒരു 3 മാസം കൊണ്ട് HDL കൊളസ്ട്രോൾ കൂടുകയും LDL കൊളസ്ട്രോൾ കുറയുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഈ വിലക്കുറവിന്റെ കാര്യത്തിന്റെ പോട്ട് പോവുകയും അതുപോലെ തന്നെ മെമ്പർഷിപ്പിന്റെ പിറകെ പോവുകയും ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇത്രയും നല്ല ഗുണങ്ങൾ കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരോട് നമ്മൾ പറയും, ഇല്ലേ, പറയൂലേ? നമ്മളുടെ ഏറ്റവും അടുത്ത പരിചയക്കാരോടും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓടിച്ചെന്ന് ആർസിഎം ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയും. അവിടെ നമ്മൾ സെയില് അത് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടല്ല നമ്മൾ ഒരു പക്ഷേ ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ റിസൾട്ട് അല്ലെങ്കിൽ ആ അനുഭവം ഇപ്പൊ നമുക്കറിയാം. ഒരു വീട്ടിലും എനിക്ക് തോന്നുന്നു PSC ഇല്ല കിട്ടാത്തവരായിട്ട് ആരും ഇല്ല, അല്ലെ? എന്താ PSC? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്. അപ്പൊ എന്റെ പരിചയത്തിൽ ഈ PSCക്കാര് ഒട്ടനവധി ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനും ഹസ്ബൻഡും എന്റെ മോക്ക് അന്ന് 1 വയസ്സാണ്. അപ്പോ ആള് ജോലിക്ക് പോവും, ഞാൻ രാവിലെ സ്കൂളിൽ പോവും. 4 അല്ലെങ്കിൽ ഒരു 5 മണിയാകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തും. ആള് ഒരു 7-7:30 മണിയാകുമ്പോഴാണ് വീട്ടിലെത്തുക. അപ്പൊ ഞാൻ ഇങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി വെക്കും, ഇന്ന ആൾക്കാരുടെ അടുത്ത്
എല്ലായിടത്തും പോയിട്ട് നമുക്ക് കിട്ടിയ ഈ അനുഭവങ്ങൾ പറയും. അപ്പൊ നമ്മളുടെ വിചാരം എന്ന് പറയുന്നത്, അപ്പൊ എന്റെ മനസ്സിലുള്ള വിചാരം, അപ്പൊ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ചെന്നിട്ട് ഉൽപ്പന്നങ്ങളെ പറ്റി പറയാന്നുള്ളതാണ്. അപ്പൊ ഞാനിങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇന്ന ആളുടെ വീട്ടിലാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുടെ വീട്ടിലാണ് പോകേണ്ടതെന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ രാവിലെ പറയും. അപ്പൊ ഞാൻ ഇത്ര മണിക്ക് വരും, ഇത്ര മണിക്ക് റെഡി ആയിട്ട് നിൽക്കും, ഇത്ര മണിക്ക് നമുക്ക് പോകാം. അപ്പോ എന്തായാലും ആളും കൂടെ വന്ന് കുളിച്ച് റെഡിയായി ആഹാരമൊക്കെ കഴിച്ച് ഒരു 8 മണിയൊക്കെ ആകുമ്പോ എന്ത് ചെയ്യും, നമ്മള് പോകും അല്ലെ. നമ്മളുടെ മനസ്സിൽ ഒരു ആളുടെ ചിത്രമുണ്ട്. ആ ആളെ ഇന്ന് എന്താക്കണം, നമ്മളുടെ പ്രൊഡക്റ്റ് എല്ലാം കൊടുത്ത് നമുക്ക് കിട്ടിയ അനുഭവം അവരോട് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അവർ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ഈ ഉൽപ്പന്നങ്ങൾ മേടിക്കും. ഈ ഒരൊറ്റ വിശ്വാസത്തിലാണ് നമ്മൾ 3 പേര്, കാരണം എന്റെ മോൾ ഉൾപ്പെടെ ഞങ്ങള്, മോക്ക് 1 വയസ്സായത് കൊണ്ട് മോളെ വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റൂല, രാത്രിയാണ്, കുഞ്ഞ് കരഞ്ഞാലും ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഒരു ബൈക്കില് എന്ത് ചെയ്യും, കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ഒരു 8 മണിയാകുമ്പോൾ ഞങ്ങൾ പോവും. പോയിട്ട് 2-3 വീടുകളിൽ പോകാം എന്നുള്ളത് ഒരു മനസ്സിൽ ചിത്രം വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അവിടെ ചെന്നാല് ഉപ്പ് എടുത്തു വെച്ചാൽ നമുക്കറിയാം, ഉപ്പിനെ പറ്റി പറയാൻ തന്നെ അരമണിക്കൂർ വേണം. ആട്ടയെ പറ്റി പറയാനും വേണം. എണ്ണയെ പറ്റി ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട, പറയണ്ട, 1-1.5 മണിക്കൂർ എണ്ണയെ പറ്റിയിട്ട് മാത്രം പറയാനുണ്ട്. അപ്പൊ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മളിങ്ങനെ പരിചയപ്പെടുത്തി വരുമ്പോ നമുക്ക് ഒരു വീട്ടിൽ സത്യം പറഞ്ഞാൽ പോകാൻ പറ്റും എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോ എന്താ ആവും, ഒരു 11:30-12 മണിയാകും എന്നുള്ളതാണ്. അപ്പൊ ഇത് ആദ്യത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. അപ്പൊ വിചാരിച്ച പോലെ അത്ര സിമ്പിൾ അല്ല എന്ന് മനസ്സിലായി. കാരണം നമുക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവരോട് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളടുത്ത് നമ്മൾ വിചാരിക്കുന്ന 100% നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളാണ് അല്ലെ. കാരണം നമുക്ക് കിട്ടിയ അനുഭവത്തിലുപരി നമുക്ക് വേറൊന്നും അവരോട് കാണിച്ചു കൊടുക്കാനില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും നമ്മൾ പറയുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം മേടിച്ച് അവർ ഉപയോഗിക്കും എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത്. അതും അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്താണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഭാഗ്യമെന്നിരിക്കട്ടെ, അവരാരും എന്താ പറയുന്നത്, ഒരു ഉപ്പ് മേടിച്ച ആൾക്കാരുണ്ട്, 1 രൂപയുടെ ഷാമ്പു പോലും മേടിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അതെന്തായാലും എനിക്ക് തോന്നുന്നു വളരെ ഭാഗ്യമായി നിന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ ആർസിഎമ്മിലേക്ക് വന്നു, ഇങ്ങനെ ആൾക്കാരുടെ അടുത്തൊക്കെ പരിചയപ്പെടുത്തിയതിന് ശേഷം ഒരു 3-4 മാസത്തിന് ശേഷം, കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ആര് വാങ്ങുന്നോ ആര് വാങ്ങുന്നില്ലയോ ഇതൊന്നും നമ്മളുടെ ഒരു വിഷയമല്ലാതെ ആയി എന്നുള്ളതാണ്. കാരണം ആർസിഎം നമ്മൾ ചെയ്തു തുടങ്ങിയത് ഫാമിലി ആയിട്ടാണെന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ഫാമിലി ബിസിനസ് ആണ്. അതിനുശേഷമാണ് നമ്മൾ ആർസിഎമ്മിന്റെ ഹോൾ മീറ്റിംഗ് ഒക്കെ കേട്ടതിന് ശേഷം മനസ്സിലായി തുടങ്ങിയത്. അപ്പോ അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാല്, ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാളുടെ വീട്ടിലാണ് പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു നെഗറ്റീവ് കിട്ടുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയ സാധനം അവര് മേടിച്ചില്ല എന്നിരിക്കട്ടെ, എനിക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് എന്ത് വരും, വിഷമം വരും. അപ്പൊ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വിഷമം പുള്ളിക്കാരനോട് പറയും. എന്നാലും അവരത് വാങ്ങിയില്ലല്ലോ, നമ്മള് അത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അത്രയും സാധനങ്ങൾ കൊണ്ടുപോയതല്ലേ, അവര് വാങ്ങിയില്ലല്ലോ എന്ന് ഞാനിങ്ങനെ വിഷമം പുള്ളിയോട് പറയും. അപ്പൊ പുള്ളി എന്താ പറയുന്നത്, പുള്ളി പറയും, ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, നാളെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന ആളുടെ വീട്ടിൽ പോവാം അല്ലേ. നമുക്ക് മറ്റൊരാളുടെ, അപ്പൊ ലിസ്റ്റ് നമ്മളിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, അടുത്ത ദിവസം എന്ത് ചെയ്യും, അടുത്ത ആളുടെ വീട്ടിലേക്ക് പോകും. പക്ഷെ എന്താ ഗുണം എന്ന് പറഞ്ഞാല്, നമ്മളിങ്ങനെ നോ കേട്ട് നമുക്ക് നോ എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെ, ആ ഒരു ലെവലിലേക്ക് ഈ നോ കേൾക്കുന്നത് പതിവാക്കി എന്നുള്ളതാണ്. കാരണം പിന്നെ നമ്മളിങ്ങനെ പറയും തോറും നമ്മൾ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനും അറിവ് നേടാനും ഉള്ള അവസരം നമുക്ക് വലിയ വലിയ ഹോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു നെഗറ്റീവ് പറഞ്ഞാൽ ആള് പോസിറ്റീവാ പറയുക, അപ്പൊ എന്റെ നെഗറ്റീവ് എന്താവും, പോസിറ്റീവ് ആവും. ഇനി ആള് നെഗറ്റീവ് എന്ന് പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യും, തിരിച്ചതിനെ പോസിറ്റീവ് ആകും. സാരമില്ല, നമുക്ക് നാളെ ഇന്ന ആളെ കാണാൻ പോകും, അല്ലെങ്കിൽ അടുത്ത ആളെ കാണാൻ പോകും, ഒരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, നമുക്ക് കൂടുതൽ വളരെ എനർജറ്റിക് ആയിട്ട് ഓരോ ദിവസം ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു ശീലമായി പോയി. അതൊരു അസുഖമായിട്ട് മാറിപ്പോയി എന്നുള്ളതാണ് ഗോകുമാർ സാർ പറയുന്നത് പോലെ. അപ്പോ എന്തായാലും ആ അസുഖം പോകെ മിക്ക ആൾക്കാരെയും നമ്മൾ 100% ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. എല്ലാരും മേടിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം നമ്മളുടെ ഒക്കെ എനിക്കറിയാം, ഇവിടെ ഒത്തിരി അച്ചീവേഴ്സ് എന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ഈ അച്ചീവേഴ്സിന്റെ ആരുടെയും അടുത്ത പരിചയക്കാരോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരും വളരെ പെട്ടെന്നൊന്നും നമ്മളോടൊത്ത് എന്ത് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നിങ്ങളോടൊത്ത് ആർസിഎം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ പറയാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് ആരാണ്, സ്ട്രേഞ്ചേഴ്സ് ആണ് അല്ലെ.
നമ്മളുടെ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളുടെ അടുത്ത് എന്ത് ചെയ്യുക, നമ്മളുമായിട്ട് ചേർന്ന് അസോസിയേറ്റ് ചെയ്ത് RCM ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ കൂടെ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോ എന്തായാലും 6 ലക്ഷം രൂപ കടത്തിൽ നിൽക്കുന്ന സമയത്ത് വന്നു. അപ്പോ പുള്ളി എന്നോട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ പ്ലാൻ എഴുതി കാണിച്ചു. പ്ലാൻ എഴുതി കാണിച്ചെന്ന് പറഞ്ഞാല് 8 വർഷം മുന്നത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അന്ന് നമ്മള് ഒരു 25,000 പർച്ചേസ് വോളിയം, 25,000 പർച്ചേസ് വോളിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറൗണ്ട് ഒരു 50,000 രൂപയുടെ RCM പ്രൊഡക്ട്സുകൾ നമ്മൾ സെയിൽ ചെയ്താൽ കിട്ടുന്നതാണ് ഒരു 25,000 PV. അന്ന് അങ്ങനെ ഒരു 25,000 PV നമ്മള് സെൽഫ് ഐഡിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 8,000 രൂപ എക്സ്ട്രാ ഇൻകം ആയിട്ട് നമുക്ക് അക്കൗണ്ടിൽ കിട്ടാം അല്ലെ. കാരണം ഇന്ന് വിജയിച്ച ഒത്തിരി ലീഡേഴ്സ്, പ്രത്യേകിച്ചും എന്റെ ഒരു ലീഡർ ഉണ്ട്, എമറാൾഡ് ആയിരിക്കുന്നു ഐശ്വര്യ മാഡം, വിജയരാജ് സാറും. അപ്പൊ അവര് എനിക്കൊരു ഉദാഹരണമാണ്. കാരണം എന്താ പറയുന്നത്, പാർട്ട് ടൈം ആയിട്ട് RCM നിങ്ങൾക്ക് ചെയ്യാം. ഒറ്റ കാര്യം മതി, എന്ത് വേണം, മനസ്സുണ്ടായിരിക്കണം. RCM ചെയ്യണം, ഇതിലൂടെ എനിക്ക് വിജയിക്കണം, വരുമാനം നേടണം, എന്റെ കൂടെ വന്ന ആൾക്കാരെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു മനസ്സ് മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാന്, ഈ സിസ്റ്റത്തില് വിജയിക്കാനായിട്ടെന്നുള്ളതാണ്. അപ്പോ അങ്ങനെ എന്തായാലും ഞാൻ എന്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. ഹസ്ബൻഡ് പുള്ളിക്കാരനെ ജോലി ചെയ്യുന്നു. പിന്നെ കിട്ടുന്ന മെച്ചം കിട്ടുന്ന ഒരു 2-3 മണിക്കൂറാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടും പാർട്ട് ടൈം ആയിട്ട് RCM ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ അന്ന് ഞാൻ വരുന്ന സമയത്ത് ഞാൻ കാണുന്ന ലീഡേഴ്സ് എല്ലാവരും, ഇപ്പൊ വിജയരാജ് സാർ ആയിക്കോട്ടെ, നമുക്കറിയാം കോപ്പറേറ്റീവ് ബാങ്കിലാണ് ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ പിന്നെ കാണുന്നത് റൂബി ബിനിസാറിനെയാണ്, എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. അതുപോലെയാണ് നമ്മളുടെ സ്റ്റാർ എമറാൾഡ് കോട്ടയം ബാബു സാറ്, എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നമുക്ക് എന്തായാലും ടെക്നിക്കൽ അല്ലെങ്കിൽ റോയൽറ്റി ആൻഡ് എബോവ് ഒരു പിൻ ലെവലും സ്വപ്നം കാണണ്ട. പക്ഷെ ഈ ഒരു 8,000 രൂപ നമുക്ക് എന്തായാലും വരുമാനമായിട്ട് മേടിച്ചെടുക്കണം. അതിന് എന്തായാലും വേണ്ടിയില്ല. കാരണം സെയിൽസ് എന്ന് പറയുന്ന സാധനം ആ ഒരു സമയത്ത് നമ്മളുടെ നെഞ്ചിലും തലയിലും എങ്ങനെ ഉറച്ചു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു മാസം 50,000 രൂപയുടെ സെയിൽ ചെയ്യുമെന്ന് നമ്മൾ ഉറപ്പിച്ചു. എപ്പോഴാ ചെയ്യുന്നത്, രാത്രിയിലാട്ടോ. 8 മണി തൊട്ട് 10 മണി, 11 മണി, 12 മണി വരെയാണ് ആ ഒരു സെല്ലിംഗ് ടൈം എന്നാണ് ഉള്ളതെന്നാണ്. അപ്പൊ എന്തായാലും അത് ഉറപ്പിച്ചു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം സത്യം പറഞ്ഞാൽ ഒരു മാസം 1 ലക്ഷം രൂപയുടെ വരെ ഉൽപ്പന്നങ്ങള് സെയിൽ ചെയ്ത മാസങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ നമ്മൾ ചെയ്തപ്പോ എന്ത് പറ്റി, നമ്മളുടെ ലീഡേഴ്സിന്റെ ശ്രദ്ധയിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ലീഡേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, കാരണം നമ്മൾ എന്താ പറയുന്നത്, ഡയമണ്ട് ക്ലബിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല. അപ്പൊ 25,000 PV 50,000 PV ഒക്കെ ചെയ്യുന്നത് 30-ാം തീയതി ആയിരിക്കും അല്ലെ. 30-ാം തീയതി നമ്മൾ അതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കുന്നേ ഇല്ല. 30-ാം തീയതിയാണ് ക്ലോസിംഗ് ഡേറ്റ്. അപ്പൊ ആ ഒരു ക്ലോസിംഗ് ഡേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പർച്ചേസുകളും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ എന്തായാലും അതങ്ങനെ അങ്ങ് പോയി. സെയിൽസ് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. സന്തോഷ് സാറ് അയച്ചേക്കണം, 3.5 ലക്ഷം PV എത്തിക്കഴിഞ്ഞാല് 32%. അപ്പോ സ്റ്റാർ എന്ന ലെവൽ എത്തും. എന്തായാലും 8,000 രൂപ നമുക്ക് അക്കൗണ്ടിൽ കിട്ടും. ഇത് മാത്രമാണ് സത്യം പറഞ്ഞാല് ബ്രെയിനിലുള്ളത്. ഇത് മേടിച്ചെടുക്കാം, മുന്നോട്ടൊന്നും നമുക്ക് ചിന്തയില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് എന്താ പറയുന്നത്, വിദ്യാഭ്യാസം ഭയങ്കരമായിട്ടുള്ള അങ്ങനെ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമാണ് ഉള്ളത്. അപ്പോ വിദ്യാഭ്യാസം വെച്ചിട്ട് എന്തായാലും മുന്നോട്ടുള്ള പിൻ ലെവൽ എന്ന സ്വപ്നം കാണാൻ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ചുള്ള സ്കില്ലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് ഒട്ടും പേടിക്കണ്ട, മുന്നോട്ടുള്ള ഒരു പിൻ ലെവലോ ഒന്നും നമ്മൾ കാണണ്ട. ഇതിപ്പോ ഞാൻ വിജയിച്ച ആൾക്കാരെ, എന്റെ അപ്ലയൻസിനെ എല്ലാവരെയും കാണുന്നത് അവർക്ക് നല്ല വിദ്യാഭ്യാസം അല്ലെ, സ്റ്റേജിൽ നന്നായിട്ട് പ്രസംഗിക്കാനുള്ള കഴിവ്, സ്റ്റേജിൽ ഇങ്ങനെ പിടിച്ചുലയ്ക്കുന്ന ലീഡേഴ്സ് ആണ് എന്റെ ലീഡേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വിചാരം, എനിക്കിതൊന്നും സാധിക്കില്ല. എന്തായാലും 8,000 രൂപ അക്കൗണ്ട് മേടിക്കുക, ഒരു 3.5 ലക്ഷം പർച്ചേസ് വോളിയം നമുക്ക് താഴെ കൊണ്ടുവരുമെന്ന് വെച്ചാൽ, കാരണം വലിയ ബന്ധങ്ങളോ അത്ര സുഹൃത്ത് വലയങ്ങളോ ഉള്ള ആൾക്കാരല്ല ഞങ്ങള്. അതുകൊണ്ട് തന്നെ ടീമില് 3.5 ലക്ഷം വോളിയം കൊണ്ടുവന്ന് 8,000 രൂപ മേടിക്കാന്നുള്ള അതിമോഹമൊന്നും ഇല്ല. അതെല്ലാം മാറ്റി വെച്ചു. എന്ത് ചെയ്യാ, ഒറ്റ വഴിയേ ഉള്ളൂ, സെയിൽ ചെയ്ത് 3.5 ലക്ഷം PV എങ്കിലും കൊണ്ടുവരിക എന്നുള്ള ഒറ്റ നിശ്ചയത്തിലാണ് സത്യം പറഞ്ഞാല് RCM തുടങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ചെയ്തു തുടങ്ങി. ഇന്ന് സ്റ്റാർപ്പേള് അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസർ വാങ്ങിക്കുന്ന വരുമാനത്തിലേക്ക് നമുക്ക്
ഞങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഇങ്ങനെ ഒരു പിൻ ലെവലിൽ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഒരു അവസരമാണ്. നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ കിട്ടുന്നത്. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ഉറച്ചു നിൽക്കുക. ഓക്കെ. അപ്പോൾ നമുക്കറിയാം, നമ്മള് ആദ്യം സെയില് മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സെയില് പൂർണ്ണമായിട്ട് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലായി, ഈ സെയിൽ ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ, വളരെ അധികമൊന്നുമില്ല, പക്ഷെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, പൂർണ്ണമായിട്ടും നമ്മൾ പുതിയ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ ആ പുതിയ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അവർ ആ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ടും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളെ പറ്റി നല്ല അഭിപ്രായം പറയുന്ന ആൾക്കാരും നമുക്ക് കുറച്ചുപേരെ കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ ഡിസ്കൗണ്ട് കാർഡ് ഫെസിലിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ അവരോട് അവതരിപ്പിച്ചു. അപ്പൊ കുറച്ചുപേരൊക്കെ എന്ത് ചെയ്തു, നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ കുറച്ച് പേരെ, പരിചയക്കാരിൽ തന്നെ കുറച്ച് പേര് നമ്മളോട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചപ്പോഴാണ് ഈ ലിസ്റ്റ് മേക്കിങ്ങിനെ പറ്റിയിട്ട് കേൾക്കാൻ തുടങ്ങിയത്. കാരണം എനിക്കറിയാം, എനിക്കുള്ള പരിചയക്കാരല്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ള പരിചയക്കാരല്ലേ. അപ്പൊ അങ്ങനെ ആ എല്ലാ പരിചയക്കാരെയും കൂടെ കൂട്ടുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാര് നമ്മളെ കൂടെ, നമുക്ക് ഒരുപക്ഷെ പുതിയ ആൾക്കാരായിട്ട് അല്ലെങ്കിൽ ലിസ്റ്റ് മേക്ക് ചെയ്യാനുള്ള ആ ഒരു ലിസ്റ്റിൽ നമുക്ക് ഇടം കിട്ടും, അല്ലെങ്കിൽ ആൾക്കാരെ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അങ്ങനെ 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് കാർഡ് കൊടുത്തു. അവരെ നമ്മൾ മീറ്റിംഗിലേക്ക് വിളിച്ചു, അല്ലെ. ജോയിൻ ചെയ്യിക്കുക എളുപ്പമാണോ? ആണോ? ജോയിനിങ് എളുപ്പമാണോ? വളരെ എളുപ്പമാണ്, അല്ലെ. കാരണം നിത്യ ഉപയോഗ സാധനങ്ങളാണ് നമുക്ക് RCM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും വളരെ അത്യാവശ്യം വേണ്ടുന്ന ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പൊ ആരോട് നമ്മൾ പറഞ്ഞാലും ജോയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്, അല്ലെ. ജോയിൻ ചെയ്യിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഈ ജോയിനിങ് എന്ന് പറയുന്ന ഒരു ഭാഗം 100% സത്യം പറഞ്ഞാല് ഒരു 10% മാത്രമാണ് ആവുന്നത്. 10%. പക്ഷെ ഇന്ന് എനിക്കറിയാം, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്റെ ടീമിൽ തന്നെ എനിക്കറിയാം, ജോയിനിങ്ങുകൾ വരുന്നുണ്ട്, പക്ഷെ റീപർച്ചേസ് പിന്നെ അങ്ങോട്ടില്ല, അല്ലെ. അതെന്താ കാരണം? നമുക്കറിയാം, നമ്മളെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, LKG ചേർക്കുന്നുണ്ട്, അല്ലെ. LKG ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അംഗൻവാടിയിലൊക്കെ കൊണ്ടാക്കി കഴിഞ്ഞാൽ അവർ പറയാ, ഞാൻ ഇവിടെ ഇരുന്നോളാം, അമ്മ പൊയ്ക്കോ, ഞാൻ നന്നായിട്ട് പഠിച്ചോളാം എന്ന് പറയൂ? ഇല്ല. അവര് കുറച്ചു ദിവസം കരയും, നിലവിളിക്കും, ശാഠ്യം പിടിക്കും, അല്ലെ. പക്ഷെ എന്നാലും നമ്മൾ വിടൂല. കാരണം നമുക്ക് എന്തറിയാം, ഇവന് ഈ ഒരു ബേസ് ലെവൽ കിട്ടിയാലേ പഠിച്ച് നമ്മളുടെ ആഗ്രഹത്തിനൊപ്പവും അല്ലെങ്കിൽ ആളുടെ ആഗ്രഹത്തിനൊപ്പവും വളരാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. അപ്പൊ അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൾക്കാരെ RCMലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഈ ജോയിനിങ് എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് കുറച്ച് ഉൽപ്പന്നങ്ങൾ കൊണ്ടു കൊടുക്കുന്നു, ഫ്രീ മെമ്പർഷിപ്പ് ആണെന്ന് പറയുന്നു, അല്ലെ. മെമ്പർഷിപ്പ് എടുക്കുന്നു, നമ്മൾ 2000 രൂപയുടെ കണക്ക് എണ്ണിയാണ് സത്യം പറഞ്ഞാൽ മിക്ക ആൾക്കാരും ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉൽപ്പന്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുമായിട്ട് ഒരു കോണ്ടാക്ടോ കണക്ഷനോ കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ല. അത് അവിടെ അങ്ങ് തീർന്നു. പിന്നെ നമ്മൾ വിളിക്കും, അല്ലെ. അടുത്ത മാസം 30-ാം തീയതി ആകുമ്പോൾ, മാഡം നിങ്ങൾ എന്താ ഒന്നും പർച്ചേസ് ചെയ്തില്ലല്ലോ, എന്താ സാധനം വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ അവരെന്താ പറയാ, കഴിഞ്ഞ മാസം മേടിച്ചത് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്, അത് തീർന്നിട്ടില്ല, എനിക്ക് വേണ്ടെന്ന് പറയും. അപ്പോ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഈ ജോയിനിങ് എന്ന് പറയുന്നത് 10%, ബാക്കി 90% അവിടെ കിടക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആരെ ജോയിൻ ചെയ്യിപ്പിച്ചാലും അവരുമായിട്ട് നമ്മൾ എപ്പോഴും നല്ല കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കുക, ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുക. കാരണം ജോയിനിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് എല്ലാ ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് പറയാനുള്ള ഒരു സമയം നമുക്ക് കിട്ടില്ല. അപ്പോൾ നല്ല ഒരു ഷോപ്പിലേക്ക്, ഒരു വണ്ടർ വേൾഡ് ക്വിക്കിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക, ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക, പുതിയ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ അതിനെ പറ്റിയിട്ടും പറഞ്ഞു കൊടുക്കുക. അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് നമ്മള് ഹോൾ മീറ്റിങ്ങുകളിൽ അവരെ പങ്കെടുക്കുക, അല്ലെ. ആൾക്കാരെ മീറ്റിങ്ങുകളിലേക്ക് പങ്കെടുപ്പിക്കലാണ് സത്യം പറഞ്ഞാൽ ഈ സിസ്റ്റത്തിലെ നമുക്കുള്ള പ്രധാന ജോലി എന്നുള്ളത്. അപ്പൊ അങ്ങനെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് അവര് ഒരു ആവശ്യക്കാരാക്കി മാറ്റുക അവരെ, അല്ലെ. അവരെ ഒരു ആവശ്യക്കാരാകുന്നത് വരെ, അല്ലെങ്കിൽ അവർ ആവശ്യക്കാരാകുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവരുടെ കൈ വിടാതെ നമ്മൾ പിടിച്ചോളാം. മീറ്റിങ്ങുകൾ, എത്രത്തോളം മീറ്റിങ്ങുകൾ നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം മീറ്റിങ്ങുകൾ പങ്കെടുപ്പിക്കാം, അല്ലെ. ഇപ്പൊ എല്ലാ ഹോൾ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സൂം പ്രോഗ്രാംസ് ഉണ്ട്, അല്ലെ. ഡെയിലി നമുക്ക് രാവിലെ 11 മണിക്കും വൈകിട്ട് 7:15
നമുക്ക് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ ഇരുന്നുണ്ട് അല്ലെ, നമുക്കറിയാം നമുക്ക് അത്രത്തോളം സൗകര്യമാണെന്ന് കിട്ടിയിരിക്കുന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക അല്ലെ. അതിനുശേഷം നമ്മൾ ഡിസ്പ്ലേ വാളിനെ പറ്റിയിട്ട് പറയാം. ഡിസ്പ്ലേ വാളിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ സങ്കടമാണ്. മിക്ക ആൾക്കാർ പറയുന്ന ഒരു ഒരു എന്താ പറയുന്ന ഒരു ഇതിലങ്ങ് പറയുവാണ്, നിങ്ങൾ 10,000 രൂപയുടെ പർച്ചേസ് ചെയ്ത് ഡിസ്പ്ലേ വാൾ അങ്ങ് ഓപ്പൺ ചെയ്തു എന്ന്. പുതിയ ഒരാളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യില്ല, അത് ദഹിക്കില്ല. ആണോ? അപ്പൊ അവര് 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് പറയാം, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2-3 മാസത്തേക്കുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഒരുമിച്ചെടുത്താൽ മതി അല്ലെ. പിന്നെ ഉൽപ്പന്നങ്ങൾ മാത്രമേ എടുക്കണാവൂന്ന് അല്ലെങ്കിൽ എടുക്കാവുന്ന നിബന്ധനയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് പ്രോഡക്റ്റ്, ആർസിഎമ്മിലുള്ള ഏത് ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടുന്ന 2-3 ഉൽപ്പന്നങ്ങള് ഒരു 2-3 മാസത്തേക്കുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് പർച്ചേസ് ചെയ്യുക. ഒരു 10,000 രൂപയുടെ പർച്ചേസ് ആയില്ല അന്നേരം. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാല് നമ്മള് അവരുടെ വീട്ടില് ആദ്യം ചെയ്യാനുള്ള കാര്യം ഒരു ഡിസ്പ്ലേ വാൾ ഇനാഗുറേഷൻ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്പ്ലേ വാൾ ഇനാഗുറേഷൻ പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഹോം മീറ്റിംഗ് പോലെ ഒരു പ്രോഗ്രാം നിങ്ങൾ അവിടെ സെറ്റ് ചെയ്യുക. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആർസിഎം ഫാമിലി ബിസിനസ് ആണെന്ന് പറഞ്ഞു. അപ്പോ നമ്മളിവിടെ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്, പുരുഷന്മാരിരിക്കുന്നുണ്ട്. അപ്പൊ ഭാര്യയും ഭർത്താവും ആണെന്നുണ്ടെങ്കിൽ ഭർത്താവ് പോയി ഒരു ക്ലാസ് കേൾക്കുന്നു. ക്ലാസ് കേട്ടിട്ട് അവിടുന്ന് ന്യൂട്രിചാർജ് വുമൺ ആയിക്കോട്ടെ, റൈസ് ബ്രാൻ ഓയിൽ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ വീട്ടുകാർ സമ്മതിക്കൂ അല്ലെ? വീട്ടുകാർ എന്ത് പറയും, എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് ഇവിടെ ഉപയോഗിക്കില്ല, ഇവിടെ വച്ചേക്കും എന്ന് പറയും അല്ലെ. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ട് പങ്കെടുപ്പിച്ചാലോ കുറച്ചുകൂടെ നമുക്ക് ഫ്രീഡം കിട്ടി അല്ലെ. അപ്പൊ ഉൽപ്പന്നങ്ങളെ പറ്റി നമ്മൾ ഫാമിലിക്കും കൂടെ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡിസ്പ്ലേ വാൾ ഇനാഗുറേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഹോം മീറ്റിംഗ് എടുക്കാൻ സാധിക്കും. കാരണം നമ്മളൊരു ഹോം മീറ്റിംഗിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറയണം, നമ്മള് പൊതുമാർക്കറ്റിലുള്ള ആദ്യം നിങ്ങൾ ബേസ് ആയിട്ട് കുറച്ച് ആരോഗ്യത്തിനെ പറ്റിയിട്ട് കാര്യങ്ങൾ പറയുക. അത് കഴിഞ്ഞാല് നിങ്ങൾ നിത്യ ഉപയോഗ സാധനങ്ങളിൽ ഒരു 5-10 പ്രോഡക്ട്സ് നിങ്ങൾ എടുക്കുക. അത് മാർക്കറ്റിൽ കിട്ടുന്നേക്കാളും വില, മാർക്കറ്റിൽ ഒന്നിന്റെ വില, ഇപ്പൊ റൈസ് ബ്രാൻ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് പൊതുമാർക്കറ്റിലെ ഒരു ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിലിന്റെ വില നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞ് നമ്മളുടെ റൈസ് ബ്രാൻ ഓയിലിന്റെ MRP മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി അല്ലെ. ബാക്കി കിട്ടുന്നത് എന്ത് ചെയ്യുക, ലാഭമായിട്ട് അവിടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ നിത്യ ഉപയോഗ സാധനങ്ങള് ലാഭത്തിൽ കിട്ടുന്നത് വളരെയധികം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല എന്നുള്ളതാണ്. അപ്പോ നമുക്ക് വിജയിക്കാനുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ വാൾ ചെയ്യുക. അതിലൂടെ നമുക്ക് എവിടെ കയറി പറ്റാം, ഡയമണ്ട് ക്ലബ്ബ്. ഈ ഡയമണ്ട് ക്ലബിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മാത്രം മതി. സത്യം പറഞ്ഞാൽ 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളായിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, കുറച്ച് കോംപ്ലിക്കേഷൻ ആക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഗോകുമാർ സാർ പറയുന്ന പോലെ ആർസിഎം ഈസ് സോ സിമ്പിൾ ബട്ട് നോട്ട് ഈസി. നമ്മൾ പറഞ്ഞ് കോംപ്ലിക്കേഷൻ ആക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്കറിയാം ഇതിനകത്ത് പുതിയ ആൾക്കാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ എന്താണ് ആർസിഎം അല്ലെ? അപ്പൊ അതിലെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളുടെ സഫയർ മൂർത്ത് സാറിന്റെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അത് അന്നും ഇന്നും വളരെ പ്രിയപ്പെട്ടതാണ് എന്നുള്ളതാണ്. കാരണം എന്താണ് ആർസിഎം? നമുക്കറിയാം ആർസിഎം ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് അല്ലെ. വളരെ ഒന്നുകൂടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാല് മായവും കലർപ്പും ഇല്ലാത്ത നിത്യ ഉപയോഗ സാധനങ്ങൾ ഇടനിലക്കാരോ പരസ്യങ്ങളോ ഇല്ലാതെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ആണല്ലേ. അപ്പൊ നമുക്കറിയാം ഇന്ന് നമ്മളെ പോലുള്ള ആൾക്കാര്, എനിക്ക് തോന്നുന്നു 99.9% ആൾക്കാരും എന്താണ്, എവിടെ നിന്നാണ് ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നത്? ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്നാണ് അല്ലെ. അവിടെ എന്തെങ്കിലും ദോഷമുണ്ടോ? ആർസിഎമ്മിലേക്ക് വന്നതിന് ശേഷമാണ് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ഒക്കെ കിട്ടി തുടങ്ങിയെന്നുള്ളതാണ്. എന്താണ് ഈ പൊതുമാർക്കറ്റിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഒന്ന്, വില കൂടുതലാണോ? വില കൂടുതൽ ആണ്. യെസ്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം 50 രൂപ ഉൽപാദന ചെലവ് വരുന്ന ഒരു ഉൽപ്പന്നം, അത് ഇടനിലക്കാരും പരസ്യവും ഇതൊക്കെ വഴി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് 100 രൂപയിലേക്ക് മാറും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ ഇടയ്ക്കുള്ള 50 രൂപ ആര് കൊണ്ടുപോയി? ഇടനിലക്കാരും പരസ്യക്കാരും കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. രണ്ടെന്ന് പറയുന്നത് നമുക്കറിയാം അടിക്കടിയുള്ള വിലക്കയറ്റം. അത് അടിക്കടിയുള്ള വിലക്കയറ്റം എന്ന് പറഞ്ഞാല് നമുക്കറിയാം പരസ്യങ്ങൾ ചെയ്യുന്നത് ഞാനോ അല്ലെങ്കിൽ നിങ്ങളെയോ പോലുള്ള സാധാരണക്കാരാണോ പരസ്യം ചെയ്യുന്നത്? അങ്ങനെ പരസ്യം ചെയ്താൽ ആൾക്കാരെ ഉൽപ്പന്നങ്ങൾ മേടിക്കോ? ഇല്ല. പകരം എന്താണ്,
വലിയ വലിയ സെലിബ്രിറ്റീസിനെയാണ് നമുക്ക് വിശ്വാസം എന്ന് കമ്പനിക്കാർക്ക് അറിയാം. അതിന് ഉദാഹരണമാണ് എന്താ പറയുന്നത്, നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു ബൂസ്റ്റ് ചെയ്ത സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞപ്പോ അമ്മമാരെന്ത് ചെയ്തു? ഈ പരസ്യം കേട്ട അമ്മമാരും അച്ഛനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ബൂസ്റ്റും ഹോർലിക്സും കോംപ്ലാനും ഒക്കെ മേടിച്ചു കൊടുത്തു. കാരണം എന്താ? എന്റെ മോനും നാളെ ഇതൊക്കെ കുടിച്ചിട്ട് 6ഉം 4ഉം അടിക്കണം. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ബൂസ്റ്റും ഹോർലിക്സും കോംപ്ലാനും ഒക്കെ കുടിച്ചിട്ട് 6ഉം 4ഉം അടിച്ച കഥ? ഞാനെങ്ങും കേട്ടില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ സെലിബ്രിറ്റീസ് മാറുന്നതിനനുസരിച്ച് സാധനങ്ങൾക്ക് വില കൂടും ഇല്ലേ? കാരണം മാമുക്കോയെ വിളിച്ചിട്ട് പരസ്യം ചെയ്യുന്ന പൈസയല്ല മോഹൻലാലിനെ വിളിച്ചിട്ട് പരസ്യം ചെയ്യുമ്പോ. അതുപോലെയാണ് ഈ ഇടത്തട്ടുകാർ ഒത്തിരി പേര് ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. ഇവര് കമ്മീഷൻ കൂടുതൽ ചോദിച്ചാൽ എന്ത് പറ്റും? സാധനങ്ങൾക്ക് പെട്ടെന്ന് വില കൂടും എന്നുള്ളതാണ്. അതിനുശേഷമുള്ള ഒരു ദോഷമാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലെ മായം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളില് മായം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ പ്രസക്തി ഇല്ല അല്ലെ? എന്നും ഓരോരോ വാർത്തയാണ് മായത്തോട് മായമാണ് എന്നുള്ളതാണ്. നമുക്ക് പുറത്തുനിന്ന് സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ വിശ്വസിച്ച് വാങ്ങാൻ സാധിക്കില്ല. അതിന് ഒരു ഉദാഹരണമാണ് 2006 സ്റ്റാറ്റിക്കൽ സർവേ പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന 52% നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളില് 52% ഉൽപ്പന്നങ്ങളും മായമാണ് എന്നുള്ളതാണ്. ഇന്ന് എത്രയാണ്? 2025 ഈ മായം 52% 2006 രേഖപ്പെടുത്തിയെങ്കില് 2025 ആയപ്പോ നിങ്ങളുടെ കണ്ണില് ഇത് കൂടിയോ അതോ കുറഞ്ഞോ? ഒന്ന് കമന്റ് ഇട്ടെ. എല്ലാരും ആർസ്യംകാരാണ്, എനിക്കറിയാം അല്ലെ? കൂടിയിട്ടുണ്ടാവോ കുറഞ്ഞിട്ടുണ്ടാവോ? കാരണം ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും പൊതുമാർക്കറ്റിലെ മായങ്ങളുള്ള ഉൽപ്പന്നങ്ങള് വളരെ 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 കൂടുതലാണ് എന്നുള്ളതാണ്. യെസ്, വളരെ 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 കൂടുതലാണ്. അപ്പോ ഈ മായം കലർന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വഴി നമുക്ക് നല്ല ആരോഗ്യം കിട്ടുമോ? ഇല്ല. ഉള്ള ആരോഗ്യം കൂടെ നശിച്ചു പോകുന്നുള്ളതാണ്. കാരണം ഇതൊരു ഇൽനെസ് ഇൻഡസ്ട്രി ആണ് എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, നമുക്ക് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതാണ് അല്ലെ? പോയി പിന്നെ ഇനി ഒന്നും നോക്കണ്ട, ഉള്ള ആരോഗ്യം കൂടെ നശിച്ചു പോയി എന്നുള്ളതാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്കറിയാം നോ ടാക്സ് ടു ഗവൺമെന്റ്. ഗവൺമെന്റിന് ടാക്സ് കിട്ടുമോ? ഇല്ല. കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് MNC പ്രൊഡക്ട്സുകളാണ്. ഇപ്പൊ MNC ഏതാ, ഇന്ത്യൻ പ്രൊഡക്ട്സുകൾ ഏതാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതിലധികം കടന്നുകയറ്റമാണ് സത്യം പറഞ്ഞാല് മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങള് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആർസിമാരായ നമ്മള് ഭാഗ്യമുള്ളവരാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഈ ചതിയില് നമ്മളും പെട്ടേനെ അല്ലെ? ഉറപ്പായിട്ടും പെട്ടേനെ. അതുപോലെയാണ് നോ ബെനിഫിറ്റ് ടു കസ്റ്റമർ. ഇതെല്ലാം മേടിച്ച് ഉപയോഗിക്കുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്ന നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? ബെനിഫിറ്റ് ഇല്ല എന്നുള്ളത് പോട്ടെ, പകരം എന്താണ് നമ്മളെ അവിടെ സത്യം പറഞ്ഞാൽ പറ്റിക്കപ്പെടുകയാണ് അല്ലെ? കബളിപ്പിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നിന്ന് സാധനം മേടിച്ചിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ 8 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ജസ്റ്റ് ബ്രാൻഡ് മാറിയിട്ട്. അപ്പൊ എന്നെക്കാളും മുന്നേ ബ്രാൻഡ് മാറിയ ഒത്തിരി ലീഡേഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. അവരോടൊക്കെ നമുക്ക് ചോദിച്ചാൽ അറിയാം അല്ലെ? ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ മേടിച്ചിട്ട് ഇന്ന് ആരും അക്കൗണ്ടില് 8 ലക്ഷം രൂപയോ 11 ലക്ഷം രൂപയോ 4 ലക്ഷം രൂപയോ പോയിട്ട് 1 രൂപ പോലും അക്കൗണ്ടിൽ മേടിച്ചവരില്ല എന്നുള്ളതാണ് അല്ലെ? അപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ സത്യം പറഞ്ഞാൽ TCGക്ക് വേണ്ടിയിട്ട് പ്രണാമം. നിങ്ങൾ നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കുക. നമുക്ക് ഇത്രയും നല്ല ഒരു സിസ്റ്റം നമുക്ക് സത്യം പറഞ്ഞാൽ തന്നതിന് അല്ലെ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നോക്കാം, നമ്മൾ ജസ്റ്റ് ബ്രാൻഡ് ഒന്ന് മാറിയാലും നമുക്ക് എന്താ കിട്ടുക അറിയണ്ടേ? അപ്പൊ നമ്മളൊരു കസ്റ്റമറിനോട് ആണ് നമ്മൾ പോയി പറയുന്നത് അല്ലെ? നിങ്ങൾ ഇത്രയും നാളും ഉൽപ്പന്നങ്ങള് ഇന്ന പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ജസ്റ്റ് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രാൻഡ് ഒന്ന് മാറുക. ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു സാധനം അല്ലെ? ചില ആൾക്കാർ പറയാറുണ്ട്, ഞാന് 3 റോസസിന്റെ തേയില ഉപയോഗിച്ച് മാത്രമേ ചായ കുടിക്കൂ, വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഉപയോഗിക്കൂ. അപ്പൊ ഇവരെ നമുക്ക് ബ്രാൻഡ് മാറ്റണ്ടേ അല്ലെ? നമ്മൾ എന്ത് ചെയ്യുക? അവരെ രക്ഷപ്പെടുത്താനാണ് പോകുന്നത്. അപ്പൊ ആ ഒരു മനസ്സ് നമ്മൾ ആദ്യം ഉറപ്പിച്ചു വെക്കുക, നമ്മളെ മനസ്സിൽ ഉറപ്പിച്ചു. കാരണം നമ്മള് ഓരോ ആൾക്കാരോടും നമ്മൾ ആർസ്യം പറയാൻ പോകുന്നത് അവരെ രക്ഷപ്പെടുത്താനാണ്. അവരുടെ അക്കൗണ്ടില് മാസാമാസം നമ്മൾ മുഖാന്തരം കുറച്ച് തുകകള് എത്തിക്കാനാണ്, അവരുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താനാണെന്നുള്ള ചിന്തയിലൂടെ വേണം നമ്മൾ ഓരോരുത്തരോടും എന്ത് ചെയ്യാന്?
ആർസിഎം പറയാനെന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് ബ്രാൻഡ് മാറിയാൽ ആദ്യം നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാല് ന്യായവില, അല്ലെ? വില കുറവ് എന്നുള്ളതിലുപരി 10 രൂപ കൊടുത്ത് നിങ്ങൾ ഒരു സാധനം ആർസിഎം അല്ല വണ്ടർവേൾഡ് ക്വിക്കിന്ന് മേടിച്ചു കഴിഞ്ഞാല് അതിന് 10 രൂപയുടെ മൂല്യം നമുക്ക് കിട്ടും. അത് ഗ്യാരണ്ടി. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഉൽപ്പന്നങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ പോയിട്ട് ജസ്റ്റ് ഇൻഗ്രീഡിയൻസും റേറ്റും കൂടെ നോക്കുക. അപ്പോൾ മനസ്സിലാവും. കാരണം ഞാൻ അങ്ങനെ നോക്കിയിട്ടുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റുന്നതെന്നുള്ളതാണ്. അതിനുശേഷം നമുക്കറിയാം നിയന്ത്രിതമായിട്ടുള്ള വിലക്കുറവാണ്, വിലക്കയറ്റമാണ്. നിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റം. വിലക്കയറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ റൈസ് ബ്രാൻ ഓയിലിന്റെ വില എനിക്ക് തോന്നുന്നു 273 രൂപയോളം വർദ്ധിച്ചതാണ്, അല്ലെ? ഇന്ന് എത്രയാണ് വില? നിങ്ങളൊരു ഷോപ്പിൽ പോയിട്ട് JRCM പറഞ്ഞാല് എത്ര രൂപയ്ക്ക് കിട്ടും ശ്രീല മാഡം? 208 രൂപയ്ക്ക് കിട്ടും, അല്ലെ? എവിടെയെങ്കിലും പൊതുമാർക്കറ്റിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, വില കൂടിയ ഒരു സാധനം വില കുറഞ്ഞതായിട്ട് ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, അല്ലെ? അതുപോലെയാണ് നമുക്ക് ഒറിജിനൽ പ്രൊഡക്ട്സ്, അല്ലെ? ക്വാളിറ്റി പ്രൊഡക്ട്സ്, കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന അതേ ക്വാളിറ്റിയോട് കൂടി നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ അതാണോ? അല്ല. ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടു, എന്താണ്? കോൾഗേറ്റ് പേസ്റ്റിൽ വന്ന മായം, അല്ലെ? കമ്പനി ഒരു 10 കോൾഗേറ്റ് പേസ്റ്റ് ഇറക്കിയെന്നുണ്ടെങ്കിൽ ഇടനിലക്കാർക്ക് എന്താക്കാം? അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, 500 1000 ഒക്കെ ആക്കി മാറ്റാന്നുള്ളതാണ്. നമ്മൾ എത്രയോ ആൾക്കാർ ഒരു പക്ഷേ ആ ഉൽപ്പന്നങ്ങൾ മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവാം, അല്ലെ? അതുപോലെ തന്നെയാണ് നമുക്കറിയാം നല്ല ഉൽപ്പന്നങ്ങൾ, ഒറിജിനൽ പ്രൊഡക്ട്സ് ഉപയോഗിക്കുക വഴി നമുക്ക് നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താം. കാരണം എന്റെ കുടുംബത്തിന് എനിക്ക് ആദ്യം കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നതാണ്. കാരണം ഏകദേശം അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5000 രൂപ 6000 രൂപ വരെ ഒരു പ്രതിമാസം ഞങ്ങളുടെ വീട്ടില് മെഡിസിൻ വേണമായിരുന്നു. പക്ഷെ ആർസിഎമ്മില് വന്ന് ഇത്രയും വർഷമായിട്ടിരിക്കെ ആദ്യം കിട്ടിയ റിസൾട്ട് വളരെയധികം സന്തോഷമാണ്. കാരണം മിക്ക വീടുകളിലും നമുക്ക് ചെന്ന് കയറിയാൽ അറിയാം, ഡൈനിങ് ടേബിളില് പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സാ, പല കളറിലുള്ള ഫ്രൂട്ട്സ് ആണ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. ഇന്നാണെങ്കിലോ പല നിറത്തിലുള്ള ടാബ്ലറ്റുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മള് 100% ഒറിജിനൽ നമുക്ക് ആർസിഎം പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുക വഴി നമുക്ക് നമ്മളുടെ കുടുംബത്തിന്റെ തന്നെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? എന്താ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വഴി നമുക്ക് കിട്ടുന്നത്? വളരെയധികം, സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം ഇന്ത്യൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെ? അപ്പൊ നമുക്ക് 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വഴി രാജ്യസേവനത്തിനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓൾവേസ് ബെനിഫിറ്റ് ടു കസ്റ്റമർ. കാരണം കസ്റ്റമറിനാണ് എപ്പോഴും എന്ത് പറയുന്നത്? ബെനിഫിറ്റ്. ഇതാ ശ്രീലമാണ് ഇട്ടേക്കുന്നു, ടാക്സ് ബെനിഫിറ്റ്. യെസ്, അല്ലെ? അപ്പോ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് നമ്മൾ ആദ്യം ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് എന്നുള്ളത് സെയിൽ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ സെയിൽ എന്നാല് നമുക്ക് വിൽപ്പന മാത്രമല്ല, അവരെ ആവശ്യക്കാരാക്കി ഈ ഉൽപ്പന്നങ്ങൾ അവർക്ക് വളരെയധികം ആവശ്യമാണെന്നുള്ള ബോധം അവരിൽ ഉണ്ടാക്കുന്നത് വരെ ഞാൻ അവരെ എന്ത് ചെയ്യുക? ഫോളോ അപ്പ് ചെയ്ത് ഉൽപ്പന്നങ്ങൾ അവരെ കൊണ്ട് 100% ഉപയോഗിപ്പിച്ചേ അടങ്ങുക എന്നുള്ള ഒരു തീരുമാനം നമ്മൾ ആദ്യം എടുക്കുക തന്നെ വേണം എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക. അതിനുശേഷം ഉറപ്പായിട്ടും നമ്മൾ അവരെ കോൾ മീറ്റിങ്ങുകളിൽ പങ്കെടുപ്പിക്കണം. കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ് ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അധികം സ്വാതന്ത്ര്യമുള്ള ഒരാളെയാണ് ഞാൻ മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന 100% കാര്യങ്ങൾ അവർ കേൾക്കണമെന്ന് നിർബന്ധമില്ല. അതിന് ഉദാഹരണമാണ് ഇന്ന് നമ്മളുടെ സിസിലിമാരുടെ കൂടി ഇരിക്കുന്നത്. മൂർത്തി സാറ് ബിൻ സാറിനോട് പറഞ്ഞു, ആർസിഎമ്മിൽ നിങ്ങളൊരു ജോയിനിങ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഇത് മാത്രം എന്നോട് പറയരുത് എന്നുള്ളത്, അല്ലെ? അപ്പൊ എപ്പോഴും ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് നമുക്ക് ആർസിഎമ്മിൽ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യിപ്പിച്ച ആൾക്കാരെ ഉറപ്പായിട്ട് നമ്മൾ മീറ്റിങ്ങുകളിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്കറിയാം ആർസിഎം ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. അത് പറയാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം, ആദ്യം ആരോഗ്യം, 2 വരുമാനം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, 8000 രൂപ വരുമാനം മാത്രം കണ്ടുകൊണ്ട് അതിൽ കൂടുതൽ ഒരു പൈസ എനിക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് മേടിക്കാൻ സാധിക്കില്ല എന്ന് 100% ഞാൻ ഉറപ്പിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് ഇറങ്ങിയതെന്നുള്ളതാണ്. പക്ഷെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ മെയ് മാസത്തില് ഞങ്ങൾക്ക് കിട്ടിയത് 2 ലക്ഷം രൂപയ്ക്ക് 16 രൂപ കുറവേ ഉള്ളൂ കേട്ടോ. 16 രൂപ കുറവ്. പക്ഷെ അതൊരു വിഷമമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ
ഞങ്ങളുടെ അപ്ലൈൻ ആയിട്ടുള്ള സ്റ്റാർ മൊറാൽ ബാബു സാർ എന്ത് ചെയ്തു, ആ 16 രൂപ അന്നേരമേ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നു. ഇത് കേട്ടിട്ട് നിങ്ങൾ ആരും ഇപ്പൊ നിങ്ങളുടെ അപ്ലൈനെ വിളിക്കാൻ നിൽക്കേണ്ട, കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ. അപ്പോ കാരണം ആ വിഷമം അങ്ങ് തീരട്ടെ, റൗണ്ട് ഫിഗർ ആയിട്ട് 2 ലക്ഷം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ വളരെയധികം സന്തോഷം. കാരണം ഈ 2 ലക്ഷം രൂപ വരുമാനം മേടിക്കാനായിട്ട് എന്താണ് ഈ സിസ്റ്റത്തിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാല്, സത്യം പറഞ്ഞാല് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ ലീഡേഴ്സിന്റെ പ്രയത്നവും എന്റെ ടീം മെമ്പേഴ്സിന്റെ പ്രയത്നവും മാത്രമാണ് എന്നുള്ളതാണ്. ഗിരീഷ് സാർ ഇടയ്ക്ക് പറയാറുണ്ട്, അത് ഹിന്ദിയിൽ പറയാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ പഠിച്ചില്ല, ഇനി ഉറപ്പായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് തന്നെ പറയും. മുകളിൽ നിന്ന് പറയുന്നത് കേൾക്കുക, നടുക്ക് നിൽക്കുക, ആ പറയുന്ന കാര്യങ്ങൾ അതുപോലെ കേട്ട് താഴേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. ഇത് മാത്രം നമ്മൾ ചെയ്താൽ മതി എന്നാണ് ഗിരീഷ് സാർ വളരെ രസകരമായിട്ട് നമ്മളോട് പറഞ്ഞതെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് അടുത്ത് നമുക്ക് ആർസിഎമ്മിലൂടെ കിട്ടുന്നത് സമ്പത്ത്, അല്ലെ? ജോലി ചെയ്തിട്ട് ഇന്ന് ആരെങ്കിലും സമ്പത്തൊക്കെ ഉണ്ടായിക്കൊണ്ടെന്നില്ല, അതിനൊരു പരിധിയുണ്ട്, അല്ലെ? നമുക്കറിയാം, അത് എത്രത്തോളം ചെയ്താലും അതിനൊരു പരിധിയുണ്ട്. പക്ഷെ ഇവിടെ നോ പരിധി, ഇവിടെ പരിധിയില്ല. നിങ്ങൾ ഇത്ര രൂപ മതി എന്ന് പറഞ്ഞാലും TCG അത് നിങ്ങൾക്ക് സമ്മതിക്കില്ല. അതിലുപരി നിങ്ങൾ വിചാരിക്കുന്നതിന്റെ 100 ഇരട്ടി നമുക്കത് തരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ കിട്ടും, അല്ലെ? നമുക്കറിയാം, നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ വിഷമം വരും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ, എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെ കൊടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്തേനെ, അല്ലെ? നമുക്ക് അങ്ങനെ എത്ര പേരെ സഹായിക്കാൻ പറ്റും? ഒരു പരിധിയുണ്ട്, അതിനും ഒരു പരിധിയുണ്ട്. എല്ലാവരെയും ഒരു പക്ഷെ നമുക്ക് കൈ അയഞ്ഞ് സഹായിക്കാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്കൊരു അവസരം കൊടുക്കാം അവർക്കല്ലേ? എന്തിലൂടെ? ഈ സിസ്റ്റം പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലൂടെ. നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്ക് ചുറ്റുമുള്ള എല്ലാ ആൾക്കാർക്കും ആർസിഎം വേണം, വേണ്ടേ? വേണ്ടാതെ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ആർസിഎം വേണം. അപ്പൊ ഈ ഒരു അവസരത്തിലൂടെ നമുക്ക് അവരെന്ത് ചെയ്യാം? സഹായിക്കാം. അപ്പൊ അതിനുള്ള ഒരു അവസരം ഇതിലൂടെ കിട്ടുന്നുണ്ട്. അതിലുപരിയാണ് യാത്രകൾ. കാരണം വളരെയധികം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ആർസിഎമ്മിൽ വന്നിട്ടാണ് പുറലോകം കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കടക്കൽ പഞ്ചായത്തിൽ താമസിക്കുന്ന ഞാന്, അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ താമസിക്കുന്ന ഞാൻ കൊല്ലം ജില്ല പോലും കറങ്ങി കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? തായ്ലൻഡിൽ പോയി, ഗോവ, മൈസൂര്, ഉദയ്പൂര്, എനിക്കറിയില്ല എവിടെയൊക്കെ പോയെന്ന്. ഇനിയിപ്പൊ ഞാൻ കുറച്ച് ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എവിടെയൊക്കെ വെച്ച് ഇത് ഫുള്ള് ഞാൻ ഓൾ ഡിലീറ്റ് കൊടുത്തു. കാരണം ഇതൊന്നും എന്തായാലും ഇനി എന്റെ ജീവിതത്തിൽ നടക്കാൻ പോണില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആർസിഎം വന്നു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് മനസ്സിലായതാൽ ഇതൊന്നും അല്ല കാര്യം. മൂർത്തി സാറ് പറയുന്നത് പോലെ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടിയൊന്നും ആയിട്ടില്ല എന്നുള്ള കണക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും വീണ്ടും ലിസ്റ്റൊക്കെ ഇങ്ങനെ പുതുക്കി, ഇനി ഞാൻ എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെ പോകണോ, കാരണം ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തായാലും മുന്നോട്ടേ പോകൂ, ഇനി എന്തായാലും പിന്നോട്ടില്ല. കാരണം എന്റെ കൂടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പൊ അവരെ എനിക്ക് താഴേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അവരെ ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യും? മുകളിലേക്ക് തന്നെ കൈപിടിച്ച് കൊണ്ടുവരും എന്നുള്ളതാണ്. അതുപോലെയാണ് നമുക്ക് ആർസിഎമ്മിലോ കിട്ടുന്ന മറ്റൊരു മഹത്തായ നേട്ടമാണ് കേട്ടോ. ഏതാണ്? ബന്ധങ്ങൾ, അല്ലെ? സത്യം പറഞ്ഞാല് എന്താ പറയുന്നത്, നമ്മൾ ആർസിഎമ്മിലേക്ക് വന്നിട്ടാണ് എന്താണ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ റിലേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ എങ്ങനെ എന്താ പറയുന്നത് മറ്റുള്ള ആൾക്കാരെ കെയർ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിക്കുന്നത് പോലും ആർസിഎമ്മിൽ വന്നിട്ടാണ് എന്നുള്ളതാണ്. അതിലുപരി നമുക്കറിയാം റെക്കഗ്നിഷൻ. നമ്മള് എന്താ പറയാ, വേണ്ട എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അത് ആർസിഎമ്മിലൂടെ മാത്രമേ എനിക്ക് തോന്നുന്നു കിട്ടൂ. ബാക്കി എല്ലാത്തിനും നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ചാടി പിടിക്കാൻ പറ്റൂല. പക്ഷെ ആർസിഎമ്മിൽ നിങ്ങൾ അറിയാതെ തന്നെ ഇന്നിപ്പോ എന്നെ പറ്റിയിട്ട് സിസിലി മാഡം, ഐശ്വര്യ മാഡം ഒക്കെ പറഞ്ഞു കേട്ടില്ലേ? അതൊക്കെയാണ്. ഓക്കെ. പിന്നെ കിട്ടുന്നത് സുരക്ഷിതത്വം. ഈ സുരക്ഷിതത്വത്തിന് ഇനി എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. കാരണം നമുക്ക് നമ്മൾ എവിടെയൊക്കെ പോയാലും, അല്ലെങ്കിൽ ആരുടെയൊക്കെ കൂടെ പോയാലും, നമുക്ക് അമ്മയുടെ കൂടെയും അല്ലെങ്കിൽ അച്ഛന്റെ കൂടെയൊക്കെ പോകുമ്പോ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ട്, അല്ലെ? എന്ത് സംഭവിച്ചാലും നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് നമുക്ക് നമ്മളുടെ അപ്ലയൻസ്. ആണോ? അതെ, ഇനി എനിക്ക് മാത്രമേ ഉള്ളൂ? കേൾക്കുന്ന കുറച്ചു പേർക്കെങ്കിലും അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? ഒന്ന് തംസപ്പ് അടിച്ചേ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത ആൾക്കാര്. അത് ഇനി എനിക്ക് മാത്രമേ ഇനി ആ ഭാഗ്യം കിട്ടിയുള്ളൂ എന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഒത്തിരി പേരുണ്ട്, വളരെയധികം സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആർസിഎമ്മിലൂടെ നമുക്ക് എല്ലാവർക്കും വിജയിക്കാം, എല്ലാവർക്കും വിജയിക്കാം. അതിന് പ്രത്യേകിച്ച് ഒരു മാനദണ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, സിസ്റ്റം മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇത് സിസ്റ്റത്തിനൊപ്പം നമ്മൾ നിൽക്കുക എന്നുള്ളത്, ലൈവായിട്ട് നിൽക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. അതിലുപരി നമുക്കൊരു ഓൺടർപ്രണർ ആവാനുള്ള
ഒരു അവസരം നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് തരുന്നു എന്നുള്ള ഒരു സംരംഭകനാകാനുള്ള അവസരം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാര് ബിസിനസ്സുകാരാണ്. ഓക്കെ, ബിസിനസ്സുകാരാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നോക്കുമ്പോൾ യാത്രകൾ ചെയ്യുന്നു. അവര് 2 ദിവസം മാറി നിന്നാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ അവരുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട്. അപ്പൊ വളരെയധികം സന്തോഷമാണ്. കാരണം ഈ ഒരു സിസ്റ്റം നമുക്ക് തരുന്ന ഒരു അവസരമാണ് നമുക്കൊരു സംരംഭകനാകാനുള്ള അവസരം എന്നുള്ളത്. അതായത് മറ്റുള്ളവരുടെ സമയം മേടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് നമ്മളുടെ സമയം കൂട്ടാം അല്ലെ. ഞാൻ ഒരു ദിവസം എത്ര പരിശ്രമിച്ചാലും തവണ സെയിൽ ചെയ്യാൻ പറ്റുന്നതിൽ ഒരു പരിധിയുണ്ട്. പക്ഷെ ഞാനല്ലാതെ എനിക്ക് ഒരു 10 പേരുടെ സമയം, ഞാൻ എന്റെ ടീമിലുള്ള 10 പേരുടെ സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിലോ അത് എത്ര വേണോ എനിക്ക് എണ്ണത്തിൽ കൂട്ടാം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സിസ്റ്റം തരുന്ന ഒരു അവസരം എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടും. പിന്നെ അതിലൊക്കെ ഉപരി ഞാനാണ് ഇതിന്റെ ബോസ്. കാരണം ബിൽവാരയിലേക്ക് അല്ലെങ്കിൽ തറവാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? മേ മാലിക്കും അല്ലെ, ഞാനാണ് ഇതിന്റെ മുതലാളിയെന്ന്. സത്യം പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും അവിടെ ചെന്ന് നിന്നിട്ട് വായിച്ചിട്ട് ഞാനാണ് ഇത് ഈ കാണുന്നതിന്റെ മുതലാളിയെന്ന് ഇല്ലേ? യെസ്. അപ്പൊ ഞാനാണ് ഇതിന്റെ ബോസ്. അപ്പൊ എന്നോട് തന്നെ എനിക്ക് എന്ത് ചെയ്യണം, ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ RCM വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാന്ന് പറയുന്നതിന്റെ കാരണം വേറൊന്നുമില്ല, നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു പൈസയും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് കിട്ടും എന്നുള്ള ഒറ്റ ഉറപ്പിന്മേലാണ് ഞാൻ ഇതിനകത്തോട്ട് വന്നതെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാനാണ് ഇതിന്റെ ബോസ്. അന്നേരം പിന്നെ വേറെ പ്രശ്നമില്ല. കാരണം സ്കൂളിൽ പോയി കഴിഞ്ഞാല് കറക്റ്റ് 9:45 ബെല്ലടിക്കുമ്പോ സ്കൂളിൽ കയറണം. 4 മണിക്ക് ശേഷം മാത്രമേ അവിടെ നിന്ന് ഇറങ്ങാവൂ. പക്ഷെ ഇവിടെ അങ്ങനൊന്നുമില്ല. എനിക്ക് എന്റെ ഇഷ്ടമാണ് അല്ലെ. ഇന്ന് ബിസിനസ്സിന് എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകണോ അല്ലെങ്കിൽ ഇന്ന് വീട്ടിലിരിക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു റിസ്കും ഇല്ല അല്ലെ, ഒരു റിസ്കും ഇല്ല. പക്ഷെ കിട്ടുന്നതോ പാസീവ് ഇൻകം ആണോ. നമ്മൾ ജോലി ചെയ്തില്ലെങ്കിലും നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു ലെവലിലോട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലോട്ട് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ടൈം ഫ്രീഡം. എനിക്ക് തോന്നുന്നു പുറമേല് ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു സംരംഭകനൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് ടൈം ഫ്രീഡം എത്രത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് ചിന്തിക്കേണ്ട കാര്യമാണെന്നുള്ളതാണ്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന മറ്റൊരു ഭാഗ്യമാണ് ഫാമിലി സെക്യൂരിറ്റി. അത് ഞാൻ ചോദിച്ചോട്ടെ, ഏത് സ്ഥലത്താണ് ഈ ഒരു ഫാമിലി സെക്യൂരിറ്റി കിട്ടുക? എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മള് അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും എനിക്കുള്ള അല്ലെങ്കിൽ എന്റെ നോമിനിയായിട്ടുള്ള വ്യക്തി ആരാണോ അവർക്ക് അതേ വരുമാനം അടുത്ത മാസം അവർക്ക് കിട്ടുന്നു. സത്യം പറഞ്ഞാൽ അത് ഒറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല. വളരെയധികം ചിന്തിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് നമ്മളുടെ ഫാമിലി സെക്യൂരിറ്റി. മറ്റേത് ജോലി, കാരണം നമുക്കറിയാം നമുക്കൊരു ആക്റ്റീവ് ഇൻകത്തിലാണ് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാല് നമ്മളുടെ ഫാമിലിക്ക് എന്ത് സെക്യൂരിറ്റി ആണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നുമില്ല കേട്ടോ. അതാണ് സത്യം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രാൻഡ് മാറുക, ജസ്റ്റ് ഒന്ന് ബ്രാൻഡ് മാറുക. നിങ്ങൾ ഡെയിലി എന്താ പറയുന്നത്, കോൾഗേറ്റ് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാവിഗോ പേസ്റ്റ് ഉപയോഗിക്കുക. AVT തേയില ഉപയോഗിച്ച് ചായ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ LIT പോപ്പുലർ ടീ ഉപയോഗിച്ച് ചായ കുടിക്കുക. ജസ്റ്റ് ബ്രാൻഡ് മാറുന്നേ. ബ്രാൻഡ് മാറി കിട്ടുന്നതാണ് ഈ ഒരു ഫാമിലി സെക്യൂരിറ്റി, പാസീവ് ഇൻകം. വേറെ എവിടെ കിട്ടും ഇത് അല്ലെ? അപ്പൊ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ആൾക്കാർക്കും ഇത് വേണ്ടേ? ഇത് ആര് പറയും? നമ്മൾ പറയണം. കാരണം നമ്മളാണ് ഇത് ആദ്യം അറിഞ്ഞ ആൾക്കാര്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയൂ? ഇല്ല. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഒരു റിസ്കും ഇല്ല, ഒരു ലോസും ഇല്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം, കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്. നോ എഡ്യൂക്കേഷൻ ആൻഡ് സ്പെഷ്യലൈസ്ഡ് സ്കില്ല്. ഇതിനകത്ത് നിങ്ങൾ ഡിഗ്രി എടുക്കണം, PG എടുക്കണം, അങ്ങനെയൊന്നും ഒരു നിബന്ധനയും ഇല്ല അല്ലെ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇന്ന് പ്ലാറ്റ്ഫോമിലേക്ക് എനിക്കൊന്നും കുറച്ച് ആൾക്കാരൊന്നും കാണത്തില്ല അല്ലെ. അപ്പൊ അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് സ്കില്ല്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ സ്കില്ലൊന്നും ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോ ഇത്രയുമാണ് ഞാൻ RCM ചെയ്യാനായിട്ട്
നിങ്ങളെ അല്ലെങ്കിൽ നമ്മള് ചുറ്റുമുള്ള പുതിയ ആൾക്കാരോട് നമ്മൾ അല്ലെങ്കിൽ ആർസിയും പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങള് വീണ്ടും 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 നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വേഗം കൂട്ടാനുള്ള ഒരു 7 പോയിന്റ്, ജസ്റ്റ് ചെറിയ ഒരു 7 പോയിന്റ് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അതിനുള്ള സമയം കൂടെ എന്തായാലും സിസിലി ടീച്ചർ എനിക്ക് തരാതിരിക്കില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടുന്നത് കാരണം ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്റെ സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ 8 വർഷമായിട്ട് വന്നിട്ട് ഞാൻ എന്റെ ലീഡേഴ്സിന്റെ നാവിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് ഞാൻ നിന്ന് നിങ്ങളോട് ഇവിടെ പറഞ്ഞതെന്നുള്ളതാണ്. പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഗുണകരമായിട്ട് ഭവിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒരു 7 പോയിന്റ് കൂടെ. ആദ്യം നമുക്ക്, നേരത്തെ ഞാൻ പറഞ്ഞു, ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങള് എല്ലാവരും. പക്ഷേ ജീവിതത്തിന്റെ പാതയിൽ നമ്മൾ എവിടേക്കോ തട്ടി തടഞ്ഞ് പോയപ്പോ ആ സ്വപ്നങ്ങൾ എന്ത് ചെയ്തു, മഴവെള്ളം ഒലിച്ചു പോകുന്നത് പോലെ ഒലിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തിൽ വരുമ്പോൾ നമ്മൾ ആദ്യം, നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പേ തന്നെ ആദ്യം ചെയ്യാനുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ സ്വപ്നങ്ങൾ എഴുതി വെക്കുക. അല്ലെ, നമ്മളുടെ ബേസ് ആയിട്ടുള്ള 6 ബേസിക്സിൽ പറയുന്നുണ്ട്. ആണോ? യെസ്. അങ്ങനെ സ്വപ്നങ്ങൾ എഴുതി വെച്ച് എത്ര പേരുണ്ടോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ കാണട്ടെ. സ്വപ്നങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ആൾക്കാർ. ഇനി അഥവാ നിങ്ങൾ സ്വപ്നങ്ങൾ എഴുതി വെച്ചിട്ടില്ല എങ്കിൽ ഇന്ന് ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വപ്നങ്ങൾ എഴുതി വെച്ചോളുക. ഇതെല്ലാം കിട്ടുന്നേ. കാരണം ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, ഇതൊന്നും കിട്ടത്തില്ല എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഓരോന്നായിട്ട് കിട്ടി തുടങ്ങിയപ്പോ മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മളെ സ്വപ്നം കാണുന്നതിലപ്പുറം നമുക്കിത്, ഈ പ്ലാറ്റ്ഫോം നമുക്ക് തരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഞാൻ ഗ്യാരണ്ടി. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, നമ്മൾ വലിയൊരു സ്വപ്നങ്ങളുമായിട്ട് ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇറങ്ങിയ, വലിയ സ്വപ്നങ്ങളുമായിട്ട് നമ്മൾ ജോലി ചെയ്യുക എന്ന് പറയുന്ന പോലെ കേട്ടെ. അപ്പൊ എന്താ ഈ വലിയ സ്വപ്നം എന്ന് പറഞ്ഞാല്? വലിയ വരുമാനം. വലിയ സ്വപ്നം ഇസ് ഈക്വൽ ടു വലിയ വരുമാനം. അപ്പൊ വരുമാനം അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് വരുമാനം കിട്ടുക എന്നതിലുപരി നമ്മളുടെ ടീമില് ഉള്ള ഒത്തിരി പേർക്ക് എന്ത് ചെയ്യുക, വരുമാനം മേടിച്ചു കൊടുക്കുക. കാരണം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, കഴിഞ്ഞ മാസം എന്റെ ടീമിൽ വലിയ അച്ചീവ്മെന്റ്സ് എനിക്ക് കിട്ടി എന്നുള്ളതാണ്. കാരണം ഒരു ടെക്നിക്കൽ അച്ചീവറെ കിട്ടി, 4 സ്റ്റാർ അച്ചീവേഴ്സിനെ കിട്ടി, ഒരു റോയൽറ്റി അച്ചീവറെ കിട്ടി. കാരണം എനിക്കറിയില്ല, ഞാൻ സ്റ്റാർ പേൾ ആയപ്പോ പോലും ഇല്ലാത്ത ഒരു സന്തോഷം, അഭിമാനം ഒക്കെ എന്റെ ടീമിൽ കുറച്ച് ആൾക്കാർക്ക് പിൻ ലെവലുകൾ ചേഞ്ച് ചെയ്തപ്പോ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. കാരണം എന്താ, അവർക്കും വലിയ വിശ്വാസം ഇല്ലായിരുന്ന ആൾക്കാരായിരുന്നു ഇത്രയൊക്കെ കിട്ടുമോ എന്നുള്ളത്. പക്ഷെ അത് കിട്ടി എന്ന അവസ്ഥയിലേക്ക് അവർക്ക് അവിടെ എത്താൻ സാധിച്ചു എന്നുള്ളതിലാണ് എനിക്ക് വളരെയധികം സന്തോഷമുള്ളത്. അപ്പൊ അത് പറയുന്നതിന്റെ കാര്യം വേറൊന്നുമല്ല, വരുമാനം മേടിക്കുന്ന നിരവധി ആൾക്കാർ നമ്മളുടെ ടീമിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ ടീമിനൊരു കെട്ടുറപ്പ് ഉണ്ടാവൂ. കാരണം വലിയ വരുമാനം മേടിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്, വലിയ വലിയ സ്വപ്നങ്ങള് അവർക്കുണ്ട് എന്നുള്ളതാണ് സത്യം, ഇല്ലേ? ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് വലിയൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മളുടെ സ്വപ്നം വലുതാണ് എന്നുണ്ടെങ്കിൽ അല്ലെ, എന്ത് ചെയ്യത്തില്ല, നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമ്മൾ പരാതി പറയൂല. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ല. നിങ്ങളൊന്നും ആരും അല്ല കേട്ടോ, നിങ്ങളെല്ലാവരും നല്ല ആൾക്കാരാണ്, വളരെ സീരിയസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് സിസ്റ്റം ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും ചില ആൾക്കാരെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മള് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പറ്റിയിട്ട് അവരവിടെ തട്ടിത്തടഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ. കാരണം ചിലർ പറയാറുണ്ട്, ഞാൻ PUC പോയിട്ട് ഒരു ആട്ട മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് നോക്കിയത് അതിലൊരു തുള, ഇനി ഞാൻ RCM ചെയ്യണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ? അതുപോലെ തന്നെ പറയാറുള്ളത്, ഞാനിപ്പോ അപ്ഡേഷൻ നടക്കുന്ന സമയമാണ്, ഞാനിതാ ഒരു ഷാമ്പു മേടിച്ചു, അതിന്റെ PV സിസ്റ്റത്തിൽ കാണുന്നില്ല, തീർന്നു, RCM തീർന്നു, അല്ലെ? അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരാതികൾ. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട്, എന്റെ ടീമിൽ വന്ന ഇന്ന ആൾ ഇത്ര വോളിയം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയാൾ അത് ചെയ്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അല്ലെ? അപ്പോ അങ്ങനൊന്നും നമ്മൾ സത്യം പറഞ്ഞാല് പരാതി പറയാൻ പാടില്ലെന്നേ. കാരണം എന്താ, നമ്മൾ അങ്ങനെ പരാതി പറഞ്ഞ് പോയി കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ ഫാമിലി സെക്യൂരിറ്റി അല്ലെങ്കിൽ പാസീവ് ഇൻകം അല്ലെങ്കിൽ ഒരു സംരംഭകനാകാനുള്ള ഒരു അവസരം നമുക്ക് മാത്രമല്ല നഷ്ടപ്പെടുന്നത്, നമ്മളുടെ വരുന്ന തലമുറകൾക്ക് കൂടിയാണ് എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ നമ്മൾ പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ബോസ് ഇല്ല, ഞാൻ തന്നെയാണ് ബോസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മളോട് തന്നെ ഉത്തരവാദിത്തം കാണിക്കണം കേട്ടോ. അതുപോലെ തന്നെ ടീമിലുള്ള ആൾക്കാരുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. കാരണം വലിയ സ്വപ്നങ്ങളുള്ള ഒരു സൈന്യത്തെ സൃഷ്ടിച്ചിട്ട് നമ്മളുടെ അവരെ ഒപ്പം കൂട്ടിയാൽ മതി.
നമ്മളുടെ ഡ്രീം എല്ലാം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ എന്തായാലും എനിക്ക് ഈ ഒരു അവസരം തന്ന എന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഫേമസ് ഒരു കാർട്ടൂണിസ്റ്റ് അല്ലെങ്കിൽ കാർട്ടൂണുകളുടെ കുലപതി എന്ന് പറയുന്ന വാൾട്ട് ഡിസ്നി, ഇപ്പൊ പേര് പറഞ്ഞാൽ പോലും ഒരു പക്ഷെ അറിയത്തില്ല. നമ്മള് മിക്കി മൗസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ സൃഷ്ടിച്ച ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾക്ക് അത് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ. ഇപ്പൊ ആർസിഎമ്മിൽ വരുന്നതിന് മുമ്പേയൊക്കെ ഞാൻ കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞാല് പട്ടി കടിക്കാൻ വരിക, പാമ്പ് കൊത്താൻ വരിക, ആന ചവിട്ടാൻ വരിക, ഇതൊക്കെയാണ് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആർസിഎമ്മിലേക്ക് വന്നതിന് ശേഷം ഞാൻ കാണുന്നത് സഫയർ ആയിട്ട് സ്റ്റേജിൽ നിൽക്കുക, സ്റ്റാർ ഡയമണ്ട് ആയിട്ട് ഒരു സ്റ്റേജിൽ കയറി നിൽക്കുക, ഇങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്കത് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ചെയ്യാനും സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു തോട്ടോടുകൂടി ഞാൻ ഇന്നത്തെ എന്റെ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എനിക്ക് ഈ ഒരു അവസരം നിന്ന് എന്റെ എല്ലാ ലീഡേഴ്സിനും വളരെ സ്നേഹം നിറഞ്ഞ നന്ദി. താങ്ക് യു. ജെ ആർ സി.